2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കിട്ടിയ പേ ഔട്ടാണിത്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഇ-കൊമേഴ്സ് ചെയ്തിട്ടുണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഏജൻസികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ പേ ഔട്ടാണ്. അതിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയത് എന്നുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നവരാരുമില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ട്രേഡ് ചെയ്യുന്നവരാരുമില്ല. ഞാൻ ഇത് ട്രേഡിങ്ങിനെ പറ്റി ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അല്ല. ഞാൻ പണ്ട് ഒരുപാട് ഗെയിം കളിക്കുമായിരുന്നു. കളിക്കുന്നവർക്കറിയാം, ലെവിനൊക്കെ വീഡിയോ എന്നും അപ്ലോഡ് ചെയ്യുന്നവരായിരുന്നു. പുള്ളിയുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ വലിയ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ വെച്ച് അവൻ അപ്ലോഡും ചെയ്യുമായിരുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഇരുന്ന് പബ്ജി കളിച്ച് ഉണ്ടാക്കിയ അക്കൗണ്ടാണ് ഇപ്പൊ ഈ കാണുന്ന യൂട്യൂബ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് മോണിറ്റൈസ് ആയതാണ് ഒരു പ്രാവശ്യം. ഞാൻ കോളേജിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു പബ്ജി കളിക്കുന്നതോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ ഐഷോ സ്പീഡിന്റെ പിന്നെ തൊപ്പിയുടെ അല്ലെങ്കിൽ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒക്കെ വീഡിയോ കട്ട് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് ചെയ്ത് കുറച്ച് പൈസയൊക്കെ കയറി വന്നു. പക്ഷെ എനിക്ക് എടുക്കാനുള്ള പൈസ ഒന്നും ആയിട്ടില്ല. പൈസ ആയി വന്ന് റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞ് ഈ അക്കൗണ്ട് അങ്ങ് പോയി. പക്ഷെ ഇപ്പോഴും ആദ്യം എടുത്ത 1K സബ് കിടപ്പുണ്ട്. എനിക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇപ്പോഴും കിടപ്പുണ്ട്. 1K സബ് അടിച്ചിട്ടുള്ളതുകൊണ്ട് 1K സബ് വേണ്ട. പക്ഷെ ഈ പറയുന്ന 4000 മണിക്കൂർ അടിച്ചേ പറ്റത്തുള്ളൂ. സോ ദ പോയിന്റ് ഓഫ് ദി വീഡിയോ ഈസ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇ-കൊമേഴ്സ്, യൂട്യൂബ്, വീഡിയോ എഡിറ്റിംഗ്, ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അത് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആദ്യം തുടങ്ങുന്നത് യൂട്യൂബ് ചാനലാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഞാൻ പഠിച്ചു വന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈൻ മാസ്റ്ററോ അല്ലെങ്കിൽ അതിലൊക്കെയാണ് എഡിറ്റ് ചെയ്ത് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ക്യാപ് കട്ടിൽ ചെയ്തു തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇത് പഠിച്ചു. യൂട്യൂബ് ഒന്ന്, പിന്നെ ഇ-കൊമേഴ്സ് ഞാൻ ഷോപ്പിഫൈ എടുത്ത് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി ഒരു മാസം 20 രൂപ വെച്ചേ ഉള്ളൂ. 3 മാസത്തിന് 20 രൂപ വെച്ച് 60 രൂപ കൊണ്ട് നമുക്ക് ആ സ്റ്റോർ തുറന്ന് നോക്കാൻ പറ്റും. ഞാൻ ആദ്യം തുടങ്ങി ക്ലോത്തിങ് ബ്രാൻഡ് ആയിരുന്നു. അതിൽ ചെയ്ത് ഒരു സെയിൽ കിട്ടിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് സെറ്റ് ആക്കാൻ പറ്റിയില്ല. ഈ പറയുന്ന പേയ്മെന്റ് ഗേറ്റ്വേയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതൊന്ന് ക്ലിക്കായി. പിന്നെ അതിന് എനിക്ക് ആഡ് റൺ ചെയ്യാൻ പൈസ വേണമായിരുന്നു. ഞാൻ സ്വിഗ്ഗി ഓടാൻ ഇറങ്ങി. അത് കുറെ നാൾ ഓടി. പക്ഷെ അതുകൊണ്ടൊന്നും നടന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ അത് ക്യൂറ്റ് ചെയ്തു. പിന്നെ സോഫ്റ്റ്വെയർ ആസ് എ ബിസിനസ്, അതായത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിൽക്കുന്നത്, അതും ഞാൻ ഈ AI വന്നതിന് ശേഷം കുറേയൊക്കെ ഉണ്ടാക്കി നോക്കി. പക്ഷെ അത് സെയിൽ ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ യൂട്യൂബ് പോയി, ഇ-കൊമേഴ്സ് പോയി, പിന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ആ വീഡിയോ എടുത്തിട്ട് കുറേ നാളായിരുന്നു. ഇതിപ്പം കുറച്ചാളെ കഴിഞ്ഞിട്ട് പിന്നെയും വീഡിയോ എടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്നുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എങ്ങനെ ട്രേഡിങ് തന്നെ നോക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ പേഴ്സണലി പഠിച്ചത് ICTയുടെ ചാനലുണ്ട്, ഇന്നർ സർക്കിൾ ട്രേഡർ. അത് നമ്മുടെ യൂട്യൂബിലുണ്ട്. പുള്ളി ഒരു 30 വർഷം കൊണ്ട് ട്രേഡറാണ്. അങ്ങേരിട്ട വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷേ പേ ഔട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ 3 അക്കൗണ്ട് കളഞ്ഞു. എങ്ങനെ? ഒന്ന്, ഞാൻ ഓവർ ട്രേഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ, ഞാനൊരു ചെറിയ ടൈം ഫ്രെയിമിലെടുത്ത് അങ്ങ് ചെയ്യുക. അല്ലാതെ ഒരു കൺഫർമേഷൻ കിട്ടാനുള്ളൊരു ചാൻസ് കിട്ടുമ്പോഴത്തേന് ഞാൻ കയറി ട്രേഡ് എടുക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ സംതിങ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ വൺ തിങ്. നിങ്ങൾ എന്ത് ചെയ്യുമെന്നോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പല കാര്യങ്ങളോട്ട് എടുത്ത് ചാടുമ്പോഴത്തേന് നിങ്ങൾ ആ ഒരു കാര്യം വിട്ടുപോകും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. സോ ഞാൻ അത്രയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്നത്. ഐ തിങ്ക് ഐ ചൂസ് ദ റൈറ്റ് തിങ് ഫോർ മീ. ബട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഐ ആം സ്റ്റിൽ ഗോയിങ് ടു കണ്ടിന്യൂ ടു ഡു ദാറ്റ് ആൻഡ് ഐ വാണ്ട് ടു ക്രിയേറ്റ് കണ്ടന്റ്.